പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, ഈ നോട്ടടിക്കുന്ന അച്ഛൻ മാത്രമേ പരസ്യം ചെയ്യാതെ വിട്ടു പോകുള്ളൂ എന്നുള്ളത്. പരസ്യം ചെയ്യാണ്ട് ഒരു പ്രോഡക്റ്റ് വിജയിക്കണമെങ്കിൽ അത് വളരെ വളരെ ചുരുക്കമേ ഉണ്ടാവും, വളരെ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ അവിടെ തന്നെ പറയും, 2 തരം മുട്ട കിട്ടും നമുക്ക്, താറാമുട്ടയും കോഴിമുട്ടയും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ കൂടുതൽ മൂല്യമുള്ളത് താറാമുട്ടയ്ക്കാണ്, മരുന്നിൻ്റേതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവരും കോഴിമുട്ട മേടിക്കണതെന്ന് പറയുമ്പോൾ പറയും, കോഴി മുട്ട ഇട്ടാലേ 3-4 പ്രാവശ്യം പോവും, താറാവ് മിണ്ടില്ല. അതാണ് അഡ്വർടൈസിങ്. ന്യൂ ഏജ് കാലഘട്ടത്തിൽ ട്രഡീഷണൽ മീഡിയയുടെ പ്രസക്തി എന്താണ്? ട്രഡീഷണൽ മീഡിയ കുറേ കാലം കൂടി ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് ലെവൽ കുറയുന്നതാണ് ഒരു പ്രശ്നം. പുതിയ തലമുറയ്ക്ക് ഇരുന്ന് ഒരു അരമണിക്കൂർ വായിക്കാനോ അരമണിക്കൂർ ടി വി കാണാനോ ഉള്ളൊരു ക്ഷമയില്ല. അവരിപ്പോൾ എന്തിലായാലും വായിക്കണമായാലും അവർക്ക് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് മാറി അറ്റൻഷൻ വേറെ പോകും. പക്ഷേ ഒരു സാധനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോഴും ട്രഡീഷണൽ മീഡിയ വേണം. ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുതിയ ടെക്നോളജി ഒക്കെ വരുമ്പോഴും അതെങ്ങനെയായിരിക്കും അഡ്വർടൈസിങ് ഇൻഡസ്ട്രി അത് ബാധിക്കുന്നത്? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള അഡ്വർടൈസിങ് ഏജൻസീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും മൈത്രി അഡ്വർടൈസിങ്ങിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ മിസ്റ്റർ രാജു മേനോൻ സാറാണ്. ഏതാണ്ട് 4 പതിറ്റാണ്ടോളം അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള, കേരളത്തിലെയും ഇന്ത്യയിലെയുമായിട്ടുള്ള പല വലിയ ബ്രാൻഡുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് സമയം നമുക്ക് അദ്ദേഹത്തോടൊപ്പം ഇരിക്കാം. രാജുചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഓണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഓണം എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യം? നന്നായിരുന്നു. ഓക്കെ. എല്ലാ വർഷവും ഓണം അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയുടെ ഒരു ഉത്സവ കാലഘട്ടമാണ് അല്ലേ? ഓക്കെ. ഈ വർഷം അങ്ങനെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഓണമായിരുന്നു. ഓക്കെ. ഞങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെ, ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ എത്തിയത്? ഞാൻ ഒരു സാധാരണ മിഡിൽ ക്ലാസ് നായർ ഫാമിലിയിൽ നിന്നാണ് ജനിച്ചത്. അപ്പോൾ അതിൻ്റേതായ ഗുണവും ദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. 1983 ഗ്രാജുവേഷൻ കഴിഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്നു. ഓ, ഗ്രേറ്റ്. അപ്പോൾ തുടർ പഠനത്തിനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഫാമിലിയിൽ. അപ്പോൾ എല്ലാ മലയാളികളും ചെയ്യുന്ന പോലെ തന്നെ ബോംബെയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ആകസ്മികമായിട്ടാണ് ഒരു പരസ്യ ഏജൻസിയിൽ കയറിയത്. അല്ലാതെ പർപ്പസ്ഫുള്ളി പോയതല്ല. അന്ന് കിട്ടിയത് അഡ്വർടൈസിങ് ഏജൻസി ആയിരുന്നു, അതുകൊണ്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് പിന്നെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഈവനിങ്ങിൽ ഡിപ്ലോമ എടുത്തു പരസ്യത്തിൽ. പിന്നെ എനിക്ക് ഇഷ്ടമായി ഇത് സബ്ജക്റ്റ്. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ബോംബെയിൽ നിന്ന് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് മദ്രാസിൽ പോയി, മദ്രാസിൽ നിന്ന് കൊച്ചിയിൽ വന്നു. കാരണം എന്നും കേരളത്തിൽ വരണം എന്നുള്ളൊരാഗ്രഹം ഉള്ളിലുള്ള കാരണം പിന്നെ 29 വർഷമായിട്ട് മൈത്രി ഉണ്ട്. മൈത്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തതും അല്ലെങ്കിൽ കൂടുതൽ കാലം വർക്ക് ചെയ്തതും? ഇത് ബോംബെയിൽ ക്ലാരിയോൺ എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ ഒരു ഏജൻസി. ഇന്നത്തെ മെക്കാനറിക്സണാണത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് മുതലേ എനിക്ക് നാട്ടിലേക്ക് വരണം എന്നുള്ളതാണ് ഒരാഗ്രഹം ഉണ്ടായിരുന്നത്. അവിടെ ഒരു 6 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് അവിടുന്ന് ദത്താറാം എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യയിലത്തെ ഓൾഡസ്റ്റ് അഡ്വർടൈസിങ് ഏജൻസിയാണ്. ബാംഗ്ലൂർക്ക് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം അങ്ങോട്ട് ചാടി. എന്നുവെച്ചാൽ രാത്രി വീട്ടിലെത്താലോ, ഒറ്റ രാത്രി കൊണ്ട് വീട്ടിലെത്താലോ. അങ്ങനെ ദത്താറാമിൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുദ്രയിൽ നിന്നൊരു ഓഫർ വന്നു. പക്ഷേ അത് മദ്രാസിലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത്ര നല്ല ടൗൺ ബാംഗ്ലൂർ വിട്ടിട്ട് എന്തിനാ മദ്രാസിൽ പോണേ, ലൈഫ് സ്റ്റൈലൊക്കെ ഇവിടെയാണ് നല്ലത്, ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ പോരെയെന്ന് വെച്ചു. പക്ഷേ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്രയ്ക്ക് മാത്രമാണ് അന്ന് കൊച്ചിയിലൊരു ഓഫീസുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാടാലോ എന്ന് വിചാരിച്ചിട്ടാണ് മദ്രാസിൽ പോയത്. മദ്രാസിൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി, ഒരു ആക്സിഡൻറ്റിൽ വിട്ടു. ഓക്കെ. അപ്പോൾ അവർ ട്രാൻസ്ഫർ ചെയ്തു. 2 വർഷം നല്ല രസമുള്ള 2 വർഷം, രമണിയൊക്കെ ഹാൻഡിൽ ചെയ്ത് ഗ്രേറ്റ്. 2 വർഷം കഴിഞ്ഞപ്പോൾ പക്ഷേ അവർ പറഞ്ഞു, ഇനി തിരിച്ച് ബാംഗ്ലൂർക്ക് അല്ലെങ്കിൽ മദ്രാസിലേക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ താങ്ക് യു
അങ്ങനെയാണ് മൈത്രി തുടങ്ങുന്നത്. തന്നെയാണോ തുടങ്ങിയതോ അതോ കൂടെ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടായിരുന്നോ തുടങ്ങുന്ന സമയത്ത്? ഞങ്ങൾ മദ്രാസ് മുദ്രയിൽ വെച്ചിട്ട് മുദ്രയുടെ അന്നത്തെ മാനേജർ എന്ന് പറഞ്ഞത് സാജൻ എബ്രഹാം എന്ന് പറഞ്ഞത്. അദ്ദേഹം റീഡിഫ്യൂഷനിൽ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ഓ. പിന്നെ ഇപ്പം ഉള്ള പാർട്ട്ണർ മുത്തു ആയിരുന്നു ഇവിടുത്തെ മാനേജർ. ഞാനിവിടെ ക്ലയൻറ്റ് സർവീസിങ്ങിലായിരുന്നു. ഞാൻ തുടങ്ങാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞു നീ തുടങ്ങ് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്രിൻസിപ്പിളൊക്കെ ഉണ്ടാക്കി. അതായത് നമ്മളെ പഠിപ്പിച്ച മുദ്രയിൽ നിന്ന് ഒരു ക്ലയൻറ്റിനെ നമ്മൾ പോച്ച് ചെയ്യാൻ പാടില്ല. പോച്ച് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്ര ഭയങ്കര ജയൻ്റാണല്ലോ, അപ്പോൾ നമുക്കങ്ങനെ കിട്ടൂല. പിന്നെ അവിടെ നിന്നുള്ള ആൾക്കാരെ എടുക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ തുടങ്ങുമ്പോൾ എന്തിനാ എത്ര പേരുത്ത് പ്രിൻസിപ്പിളൊക്കെ നമ്മൾ സാധാരണ ഒരു ഏജൻസി തുടങ്ങുന്ന മാതിരിയല്ലേ, നല്ലത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ മൈത്രിയുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് മൊത്തമുണ്ട്, ഞാനുണ്ട്, പിന്നെ വേണുണ്ട്. എന്തുകൊണ്ടോ തുടക്കം മുതലേ നമുക്ക് ക്ലയൻസിനൊന്നൊരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. അതായത് ഒരു പോളിസി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ 1 ആയി നിൽക്കുന്ന ക്ലയൻറ്റുകളെ സർവീസ് ചെയ്യാനായിട്ടൊരു ഭാഗ്യം കിട്ടിയപ്പോൾ നമ്മൾ നമ്പർ 2നെ പോയിട്ട് അപ്രോച്ച് ചെയ്തു. ഓ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രമണിക ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു, ഞങ്ങൾ കല്യാൺ സിൽക്കിനെ പോയി അപ്രോച്ച് ചെയ്തു. അതൊരു സ്ട്രാറ്റജി ആയിരുന്നു ശരി. അപ്പോൾ എല്ലാവരും ഓപ്പർച്യൂണിറ്റി തന്നു. പിന്നെ ദൈവാധീനം, പിന്നെ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ പിന്നെ മുത്തുവിനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ മുത്തു ജോയിൻ ചെയ്തു. പിന്നെ ആ പോളിസി തന്നെയാണോ ഇപ്പോഴും? അന്നത്തെ ആ പോളിസി തന്നെ ഇപ്പോഴും അതെ. ഇപ്പോൾ എത്ര പേരുണ്ട് മൈത്രിയുടെ ടീമിൽ? ഇപ്പോൾ ഏതാണ്ട് 136 പേര് ജോലിയുണ്ട്. ഗ്രേറ്റ് ഗ്രേറ്റ്. അന്നും ഇപ്പം മുദ്രയിൽ നിന്ന് ആരും എടുത്തില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുദ്രയിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് പിന്നെ അവർ ബുദ്ധിമുട്ടുമ്പോൾ പഴയതിൽ തിരിച്ചു വരാനുള്ള അങ്ങനെ 2-3 പേരെ എടുത്തിട്ടുള്ളൂ. മുദ്രയുടെ ക്ലയൻസ് എന്ന് പറഞ്ഞത് വളരെ ചുരുക്കം ഇല്ല എന്ന് തന്നെ പറയാം. കേരളത്തിലെ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കേരളത്തിൽ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഈ വലിയ ഏജൻസികളൊന്നും അധികം പരിഗണിച്ചിരുന്നില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു റീജിയണൽ, കേരളം എന്ന് പറഞ്ഞൊരു റീജിയനാണ്, ആ റീജിയനിൽ കുറേ ക്ലയൻസ് ഉണ്ട്, അവിടെ കുറേ ഏജൻസികളുണ്ട്, അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു സമയത്ത് ഇപ്പോൾ കേരളത്തിലെ ക്ലയൻസൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് മുന്ന് വളർന്നു. ഇപ്പോൾ ജ്വല്ലറി എടുത്ത് നോക്കൂ, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ജ്വല്ലറികൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പോണ ഏജൻസികളല്ലേ. അവരുടെയൊക്കെ അഡ്വർടൈസിങ് ബജറ്റ് കേട്ടാൽ ഞെട്ടും നമ്മൾ. 150, 200, 250 കോടി രൂപയാണ് അവർ ചെലവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർ വളരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വളർച്ച ഇവിടുത്തെ ഏജൻസികൾക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. ടാലൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ലൊരു ടാലൻറ്റ് എപ്പോഴും ബാംഗ്ലൂർക്കോ ബോംബെക്കോ ചേക്കേറും. കാരണം അവർക്ക് അവിടെയാണ് പർദീസ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ വലിയ ഏജൻസികൾ ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലയൻസിനെ ഓരോരുത്തരെ ഇപ്പോഴും നോക്കിക്കോളൂ, കേരളത്തിലെ ക്രീം ക്ലയൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള ഏജൻസികളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് അതിനൊരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് പുറത്തുള്ള വലിയ ക്ലയൻസ് ഇല്ലേ, തിരിച്ച് കേരളത്തിലേക്ക് വന്നു തുടങ്ങി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒറ്റ മാർക്കറ്റായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ സ്ട്രാറ്റജിയും അവരുടെ കമ്മ്യൂണിക്കേഷനും കേരളത്തിൻ്റേതായത് വേണം, തമിഴ്നാട്ടിലേത് വേണം. അപ്പോൾ അവർക്ക് ആ ലോക്കൽ ലാംഗ്വേജും ലോക്കൽ റീജിയണൽ ഫ്ലേവർ കിട്ടേണ്ടതുകൊണ്ട് അവരെന്ത് ചെയ്യിച്ചു. ഇപ്പം ഞങ്ങൾ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, അമൂൽ, ഓണത്തിന് സ്വിഗ്ഗിക്ക് വേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അവസരം ഇപ്പോൾ വരുന്നത്. സഫോള ഓട്സിന് വേണ്ടി കഴിഞ്ഞാലും വർക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ചേഞ്ച് തിരിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ടാലൻസ് തിരിച്ചു വന്നു തുടങ്ങി. ഇപ്പോൾ പുറത്ത് പോയ ആൾക്കാർ തിരിച്ചു വന്നു. കാരണം അവിടെ പോയിട്ട് സ്ട്രഗിൾ ചെയ്ത് എപ്പോഴും പ്രഷറും സ്ട്രെസ്സുമായിട്ട് നിൽക്കണേന് നല്ല ഇവിടെ ക്വാളിറ്റി ലൈഫ് നല്ലതാണ്, നല്ല വർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നൈസ്. ചേട്ടൻ ഒരു 40 വർഷത്തിന് മേളിലായിട്ട് ഈ സെയിം ഇൻഡസ്ട്രി തന്നെ ഉള്ള ആളാണല്ലോ. അപ്പോൾ ഈ ഒരു 4 പതിറ്റാണ്ടിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ മാർക്കറ്റിലും വന്നിട്ടുണ്ട്.
കൺസ്യൂമർ ബിഹേവിയറിലാണെങ്കിലും ശരി, ആളുകളുടെ അപ്രോച്ചിലാണെങ്കിലും ശരി, എന്താണ് അതിനെക്കുറിച്ച് എന്ത് മാറ്റമാണ് ഈ ഒരു ട്രാൻസിഷൻ പോലെ തോന്നിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ അവസ്ഥ? അതായത് കേരളത്തിനെ സംബന്ധിച്ച് കേരളം ഒരു റീറ്റെയിൽ മാർക്കറ്റാണ്. അതായത് ടെക്സ്റ്റൈൽ ആയാലും ജ്വല്ലറി ആയാലും ബിൽഡിംഗ് ആയാലും റിയൽ എസ്റ്റേറ്റ് ആയാലും വെഹിക്കിൾ ഓട്ടോമൊബൈൽ ആയാലും ഒക്കെ ഒരു ഡീലർ കൺസ്യൂമർ മാർക്കറ്റാണുള്ളത്, മാനുഫാക്ചറിങ് മാർക്കറ്റ് അല്ലല്ലോ. അപ്പോൾ പണ്ടൊക്കെ വലിയ ബ്രാൻഡുകൾ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ചെറിയ ബ്രാൻഡ് ഇവരൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ഇത്ര രൂപ അഡ്വർടൈസിങ്ങിന് ബജറ്റ് വയ്ക്കാം, വന്നാലും പോയാലും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയൊരു ചാലഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ വലിയ ചാലഞ്ച് ഉണ്ടാവാതിരിക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ ഒരു അഡ്വർടൈസർ എപ്പോഴും അവരുടെ ബുദ്ധി കമ്മ്യൂണിക്കേഷനിലായാലും അവർ പറഞ്ഞുതരും. അതായത് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന്. ഏജൻസി അങ്ങനെ ചെയ്തു കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കംഫർട്ടബിളാണ്. അതെ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ആകെ സ്പേസ് ആകെ കലങ്ങി മറിഞ്ഞു തുടങ്ങി. കാരണം ഈ ആപ്പിൾ ടു ആപ്പിൾ അല്ല കമ്പാരിസൺ വരുന്നത്. ഇത് ആപ്പിളിനോട് കോമ്പറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ചെറിയ ഒരു മുന്തിരിയോ അല്ലെങ്കിൽ നോട്ട് ഈവൺ എ ഫ്രൂട്ട്, സംതിങ് എൽസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയ പുതിയ ചാലഞ്ചസ് ഓരോരുത്തരും അനുഭവിച്ചു തുടങ്ങി. അപ്പോഴാണ് അവർ കറക്റ്റായിട്ടുള്ളൊരു, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ സാധാരണ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോകണ പോലെയല്ലോ, പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി. ആ ഒരു സ്പെഷ്യലിസ്റ്റ് റോളുകളെ കമ്മ്യൂണിക്കേഷനിൽ തപ്പി തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ സയൻറ്റിഫിക്കായിട്ട് പരസ്യം ചെയ്യുന്ന ഏജൻസികൾക്ക് ഒരവസരങ്ങൾ കൂടുതൽ കൂടുതൽ വന്നു തുടങ്ങി. കാരണം സാധാരണ എന്താ പറയുക, എനിക്ക് കച്ചവടം കൂട്ടണം, അതിനെന്താ ചെയ്യണ്ടേ? പരസ്യം ചെയ്താൽ മതി. പലരും ചോദിക്കും പരസ്യം ചെയ്തിട്ട് കച്ചവടം കൂടിയില്ലെങ്കിലോ? അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് അവരുടെ പ്രഷർ മുഴുവൻ നമുക്കും പാർട്ട് ചെയ്ത് തരും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പരസ്യം ചെയ്താൽ മതിയായിരുന്നു. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിന് ഐഡൻറ്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ ശരിക്കും ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യണം. റിസൾട്ടും കൂടി കൺസേൺഡ് ആയി കഴിഞ്ഞു. എന്താണ് അവരുടെ ബിസിനസ്സിൽ പ്രോബ്ലം എന്ന് നമ്മൾ കണ്ടുപിടിച്ച് അവരുടെ കൂടെ നിന്ന് അത് ചെയ്തെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ പരസ്യങ്ങൾ വരും, പരസ്യം കഴിയും, അവർക്ക് സെയിൽ കൂടും, കൂടാതിരിക്കാം, പക്ഷേ ആ സ്ട്രെസ്സും ഇതും എപ്പോഴും നീ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസിയെ കൊണ്ട് അത് പറ്റണില്ല, അപ്പോൾ നമുക്ക് വേറെ ഏജൻസി പോവാം. അങ്ങനെയാണ് ഈ ഷിഫ്റ്റ് നടക്കുന്നത്. ഡൈനാമിക്സ് ഒരുപാട് മാറിയില്ലേ? ഈ ഒരു ന്യൂ ഏജ് കാലഘട്ടത്തിൽ ട്രഡീഷണൽ മീഡിയയുടെ പ്രസക്തി എന്താണ്? ട്രഡീഷണൽ മീഡിയ എൻ്റെ അഭിപ്രായത്തിൽ കുറേ കാലം കൂടി ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് ലെവൽ കുറയുന്നതാണ് ഒരു പ്രശ്നം. പുതിയ തലമുറയ്ക്ക് ഇരുന്ന് ഒരു അരമണിക്കൂർ വായിക്കാനോ അരമണിക്കൂർ ടി വി കാണാനോ ഉള്ളൊരു ക്ഷമയില്ല. അവരിപ്പോൾ എന്തിലായാലും വായിക്കണമായാലും അവർക്ക് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് മാറി അറ്റൻഷൻ വേറെ പോകും. പക്ഷേ ഒരു സാധനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോഴും ട്രഡീഷണൽ മീഡിയ വേണം. ഇപ്പം നോക്കൂ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇവരുടെയൊക്കെ വർഷത്തിൽ ഏറ്റവും വലിയ സെയിൽ വരും ഈ ദീപാവലി സമയത്തിന്. അവരെല്ലാ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കൊടുക്കുമല്ലോ. ഇപ്പം ആപ്പിളിൻ്റെ പുതിയ ലോഞ്ചിനും പത്രങ്ങൾ ഉപയോഗിച്ചല്ലോ. അപ്പോൾ നമ്മൾ പറയും, അതായത് ഡിജിറ്റൽ സൈഡിൽ ഓൺലൈനിൽ കച്ചവടം ചെയ്യുന്ന ആ കമ്പനികൾ പോലും ട്രഡീഷണൽ മീഡിയ ചെയ്യുന്നുണ്ട്. കാരണം അതിലാണ് അവർക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എപ്പോഴും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നില്ല. സംഗതി ചിലപ്പോൾ സർക്കുലേഷനിലോ അല്ലെങ്കിൽ വ്യൂവർഷിപ്പിലോ കുറച്ച് കുറവൊക്കെ വന്നിട്ടുണ്ടാവാം, പക്ഷെ അത് നിലനിൽക്കുന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയുടെ ഭാവി എന്താണ്? പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, ഈ നോട്ടടിക്കുന്ന അച്ഛൻ മാത്രമേ പരസ്യം ചെയ്യാതെ വിട്ടു പോകുള്ളൂ എന്നുള്ളത്. പരസ്യം ചെയ്യാണ്ട് ഒരു പ്രോഡക്റ്റ് വിജയിക്കണമെങ്കിൽ അത് വളരെ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ, വളരെ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ പറയും 2 തരം മുട്ട കിട്ടും നമുക്ക്.
താറാമുട്ടയും കോഴിമുട്ടയും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ കൂടുതൽ മൂല്യമുള്ളത് താറാമുട്ടയ്ക്ക്, മരുന്നിൻ്റെ ഇതൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവരും കോഴിമുട്ട മേടിക്കണേന്ന് പറയുമ്പോൾ പറയും കോഴി മുട്ട ഇട്ടാലേ 3-4 പ്രാവശ്യം കൂവും, താറാവ് മിണ്ടില്ല. അപ്പം അതാണ് അഡ്വർടൈസിങ്. അപ്പം നമ്മളെന്താണോ എന്ന് 4 ആളെ അറിയിച്ചെങ്കിൽ മാത്രമേ അതിന് ഒരു വിൽപ്പന. അപ്പോൾ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയുടെ പ്രസക്തി ഒരിക്കലും പോവില്ല എന്ന് ഒരിക്കലും പോവില്ല. ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുതിയ ടെക്നോളജി ഒക്കെ വരുമ്പോഴും അതെങ്ങനെയായിരിക്കും അഡ്വർടൈസിങ് ഇൻഡസ്ട്രി അത് ബാധിക്കുന്നത്? എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഒരു അറിവൊന്നുമില്ല. പക്ഷെ എന്നാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സംഭവിച്ച കാര്യങ്ങളും അതിൽ നിന്ന് ഉടലെടുക്കുന്ന മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ആശയങ്ങൾ വരേണ്ടത് മനുഷ്യൻ്റെ തലയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ക്രിയേറ്റീവ് ഡയറക്ടർ എപ്പോഴും പറയും, എഐക്ക് മുമ്പ് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചത് മുഴുവനില്ലേ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ. ഇതാണ് ആദ്യമായിട്ട് മനുഷ്യനെ തിന്നാൻ പോകുന്ന ഒരു സാധനത്തിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ഏത് ലെവലിൽ വരെ പോകുന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ എന്നാലും മനുഷ്യ ഹൃദയങ്ങളെ ടച്ച് ചെയ്യാവുന്ന ആശയങ്ങൾ മനുഷ്യർക്ക് മാത്രമേ ഉണ്ടാവാൻ പറ്റുന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ഈ രംഗത്ത് ഇനിയും തുടർന്ന് പോകാനുള്ളൊരു പ്രചോദനം കൂടെ അത് തന്നെയാണെന്നാണ്. അതുപോലെ പലർക്കും ഉള്ള ഒരു സംശയമാണ്, നമ്മളൊരു മാർക്കറ്റിംഗ് ബജറ്റ് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിസിലായിരിക്കണം ഒരു മാർക്കറ്റിംഗ് ബജറ്റ് ഫിക്സ് ചെയ്യേണ്ടത്? ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു പുതിയ ക്ലയൻറ്റ് സമീപിച്ചു കഴിഞ്ഞാൽ അവർ ഇതേപോലെ ചോദിക്കാറുണ്ട്. ചിലർ വളരെ വ്യക്തമായിട്ടുള്ള ധാരണയിൽ വരുന്ന, അവർ പറയും ഞങ്ങൾക്ക് HR-ന് ഇത്ര ഇതുണ്ട്, പ്രൊഡക്റ്റിന് ഇത്രയുണ്ട്, പ്രൊഡക്ഷന് ഇത്രയുണ്ട്, മാർക്കറ്റിങ്ങിന് ഇത്രയുണ്ട്, പരസ്യത്തിന് ഇത്രയുണ്ട്, അത് മാത്രം നമുക്ക് തരും, അത് ചെയ്താൽ മതി. ചിലവർ പറയും നമുക്ക് കമ്പൈൻഡായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല സോഫ്റ്റ്വെയറും അവൈലബിളാണ്. അതുകൊണ്ട് നമ്മൾ ഈ കോമ്പറ്റീഷനെ മുഴുവൻ എടുക്കും. കോമ്പറ്റീഷനെ മുഴുവൻ എടുത്തിട്ട് ഈ കോമ്പറ്റീഷൻ എത്രമാത്രം അവരുടെ വിൽപ്പനയുടെ എത്ര ശതമാനം അവർ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നോ, അതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ ഏജ് നമ്മൾ നോക്കും. എപ്പോൾ തുടങ്ങി, അവർ ഏത് പ്രായപൂർത്തിയായി, ഈ സമയത്ത് അവർ എത്രയാണ് ചിലവ് ചെയ്യണത്, എന്തുകൊണ്ടാണ്, പിന്നെ അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ എത്രയാണ്, പിന്നെ ഈ പ്രോഡക്റ്റ് ലൈക്ക് സർഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരുടെ മനസ്സിലും സർഫ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്. അപ്പോൾ അവർ പരസ്യം ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അത് ഏത് ലെവലിലാണ് നമ്മൾ പുതിയ പ്രോഡക്റ്റ് അവരിൽ നിന്ന് എത്ര വിഭിന്നമാണ് കൺസ്യൂമർ, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഒരു മാർക്കറ്റ്. അങ്ങനെ പ്രത്യേകിച്ചൊരു തമ്പ് റൂളൊന്നുമില്ല. സാധാരണ പറയും ഒരു 5% പരസ്യത്തിന് കൊടുക്കണം, 10% ലോഞ്ച് ഫീസ്. പക്ഷേ അതിലൊന്നും കാര്യമില്ല. ഇങ്ങനെ സയൻറ്റിഫിക്കായിട്ട് നോക്കിയാൽ തന്നെ, കാരണം ഒരു കാറ്റഗറിയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോം അപ്ലയൻസസ്, ഇവിടെ ഒരു പുതിയ ഹോം അപ്ലയൻസസിന് പരസ്യം ചെയ്ത് വിജയിക്കാൻ പാടാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം അത്രയും ഹെവി ഇൻവെസ്റ്റ്മെൻ്റാണ് അവർ ബാക്കിയുള്ള കോമ്പറ്റീഷൻ ചെയ്യണേ. അപ്പം അതിനേലും ഭേദം തന്ത്രപരമായിട്ട് വേറെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയാണെങ്കിൽ അതിലെങ്ങനെ സ്മാർട്ടായിട്ട് ചെയ്ത് നോട്ടീസബിളായിട്ട് അങ്ങനത്തെ വഴികൾ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ഇത്ര കോടി രൂപ ബജറ്റ് എന്നൊന്നും പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു മീഡിയ പ്ലാനിൻ്റെ പ്രസക്തി എങ്ങനെയാണ്? മീഡിയ പ്ലാൻ എന്ന് പറഞ്ഞത് വീണ്ടും നമ്മളൊരു പണ്ടൊക്കെ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ അപ്പറേച്ചർ ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരിതെടുക്കും. നമ്മൾ കാലത്ത് എണീക്കുന്നു, പത്രം വായിക്കുന്നു, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ ഔട്ട്ഡോർ കാണുന്നു, ഓഫീസിൽ ചെല്ലുമ്പോൾ ഫൈനാൻഷ്യൽ ഡെയിലീസ് ഉണ്ടെങ്കിൽ അത് വായിക്കുന്നു, തിരിച്ച് വരുമ്പോൾ വീണ്ടും ഔട്ട്ഡോർ കാണുന്നു, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ TV കാണുന്നു, കാറിൽ വരുമ്പോൾ റേഡിയോ കേൾക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിൻ്റെ സാധാരണ ഒരു ബിഹേവിയർ. ഐഡിയൽ ഒരു മീഡിയ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് അങ്ങനെയായിട്ട് വരും. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എണീക്കുന്നതല്ല. പുതിയ ഇവർക്ക് നേരം വെളുക്കണി 11 മണിയാവണം, അവരുടെ ലൈഫ് ചേഞ്ച്. അതേസമയം രാത്രി അവർ 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മീഡിയ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നവരെ ശരിക്കും പഠിച്ച് അവരുടെ ബിഹേവിയർ പഠിച്ചിട്ട് വേണം നമ്മൾ മീഡിയ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ട്രഡീഷണൽ മീഡിയ മിസ്സായി പോകുന്നത്. കാരണം ഇവരൊന്നും വായിക്കണ്ടാവില്ല. അപ്പോൾ എന്താണ് ശരിക്കും
ബ്രാൻഡുകളോട് ഇപ്പം മീഡിയ പ്ലാനിങ്ങിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു, ബജറ്റിൻ്റെ കാര്യം സംസാരിച്ചു, ഇതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ കാര്യം സംസാരിച്ചു. ബ്രാൻഡുകളോട് എന്താണ് പറയാനുള്ളത്? കേരളത്തിനെ സംബന്ധിച്ച് ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഒരുപാട് പേര് വളരെ സക്സസ്ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള, പിന്നെ ആ ഫാമിലികളിൽ നിന്ന് വരുന്ന അവർക്കൊക്കെ പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ അവരോടൊരു അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റാവുന്ന ഒരാളുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ബിസിനസ്സിലാണോ ഇറക്കുന്നത് അതിൻ്റെ ഫ്യൂച്ചർ കോമ്പറ്റീഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. കാരണം ഇപ്പം ലാർജ് സൈസ് ടെക്സ്റ്റൈൽ ഷോറൂംസ് ഭയങ്കര റിസ്കി ആയിട്ട് വരിക ഇപ്പോൾ. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 97, 98 കല്യാൺ സിൽക്സിന് പിച്ച് ചെയ്തപ്പോൾ നമ്മൾക്ക് അറിയുന്നു ഒരു സ്റ്റേറ്റ് ലെവൽ ഷോപ്സും റീജിയണൽ വൈസ് ഷോപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അന്ന് ഈ പറയുന്ന ശീമാട്ടി, ജയലക്ഷ്മി അതൊക്കെയാണ് ഈ സ്റ്റേറ്റ് വൈഡ് ഷോപ്പ്. അന്ന് പാർത്താസും വാസ് കൺസിഡേർഡ്. പാർത്താസ്, അയ്യപ്പാസ്, പുളിമൂട്ടിൽ. ഇല്ല, അയ്യപ്പാസും പുളിമൂട്ടിലൊക്കെ റീജിയണലാണ്. ഓക്കെ. അതായത് ജയലക്ഷ്മി, ശീമാട്ടി എന്ന് പറഞ്ഞ് കാസർഗോഡ് നിന്നും ആൾക്കാർ വരും, തിരുവനന്തപുരത്തു നിന്നും ആൾക്കാർ വരും. അവിടെയൊക്കെ കല്യാണം എന്ന് പറയുന്നത് തൃശ്ശൂരത്തെ രാജാവാണ് അന്നും ഇന്നും അവർ അങ്ങനെ. അവരെ എങ്ങനെ സ്റ്റേറ്റ് ലെവൽ ഷോപ്പാക്കി മാറ്റാമെന്നുള്ളതായിരുന്നു ഒരു ഇനീഷ്യൽ ഒരു ഇത്. അത് കഴിഞ്ഞ് ഇവരൊക്കെ ഒറ്റ ഷോപ്പുള്ള ആൾക്കാരായിരുന്നു. ജയലക്ഷ്മിക്ക് ആകെ കൊച്ചിയിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് എങ്ങനെയാണ് ഗ്രോ ചെയ്യണേന്നതുകൊണ്ട് ഇവർ സ്പ്രെഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ കല്യാണിന് തന്നെ 35-36 ഷോറൂമുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിന് സ്റ്റേറ്റ് ലെവൽ ഷോറൂം എന്ന് പറയാൻ പറ്റില്ല, നൈബർ ഷോറൂം തന്നെ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും അടുത്തതായ ഏതാണ് അത്. അപ്പോൾ ട്രഡീഷണലായിട്ട് തുടങ്ങുന്ന ബിസിനസ്സും ഇപ്പോൾ ചാലഞ്ചായിട്ട് അവർക്ക് വരുന്നത് വേറൊരു കല്യാണോ അല്ലെങ്കിൽ വേറൊരു പാർത്താസോ അല്ല. പുതിയ ന്യൂ ജനറേഷൻ ഇപ്പോൾ സ്റ്റുഡിയോ പോലെ, യൂസ്റ്റ പോലെയുള്ള ബ്രാൻഡുകളൊക്കെ കയറി വരുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ ഒരു വർഷത്തിൽ കൂടി വന്നാൽ 3 ഷർട്ട് 4 ഷർട്ടൊക്കെ മേടിക്കലുണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർ 3 ഷർട്ട് ഒരു മാസം മേടിക്കും. എന്താ വെച്ചാൽ സെയിം കോസ്റ്റ് മതി. അപ്പോൾ ശീലങ്ങൾ മാറി, പിന്നെ ഫാഷൻ മാറി. പക്ഷെ കല്യാണവും ശീമാട്ടിയും ഒക്കെ ആ ലൈനിലേക്കും ചൂട് വെക്കുന്നുണ്ട്. നിവൃത്തിയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയാണ് നമുക്ക് കോമ്പറ്റീഷൻ വരുന്നത് അവിടേക്കെല്ലാം ഇറങ്ങി പറ്റില്ല, അതിനെ ഫേസ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഇവരൊക്കെ ജയൻസാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിൽ നേരിടാൻ പറ്റും. ഒരു തുടക്കക്കാരനെ പ്രശ്നമുള്ളൂ, ഇവർക്കൊന്നും അതൊന്നും ഇഷ്യമില്ല. ഒരുപാട് ക്യാമ്പയിൻസ് മൈത്രി ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ഒരു ആത്മസംതൃപ്തി തോന്നിയ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാമ്പയിൻ ഏതെങ്കിലും പറയാമോ? ഏതെങ്കിലും ഒരു ക്ലയൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാമ്പയിൻ ആവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ രമണികയുടെ ആയിരുന്നു. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനന്ന് മുദ്രയിലാണ് വർക്ക് ചെയ്യണത്. രമണിക ബ്രീഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു നല്ലൊരു പാട്ട് വേണം, പാട്ടിൻ്റെ അതിൻ്റെ ഇതിനാണ്. അപ്പം അന്ന് രാജീവ് എന്നെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിക്കാൻ തീരുമാനം. അപ്പോൾ ബിച്ചു തിരുമല ലൈൻ എഴുതി. രാജീവ് മേനും പിന്നെ അന്ന് AR റഹ്മാൻ പുള്ളിയുടെ നല്ല ഫ്രണ്ടാണ്. പുള്ളിയുടെ ഒരു സഹായമൊക്കെ എടുത്തിട്ട് ഉഗ്രമായിട്ട് 5 ദിവസം ഷൂട്ട് ചെയ്തു, തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഫുൾ ടൈം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ശ്രീധർ തിയേറ്ററിൽ വന്നിട്ട്, അന്ന് ഇതേപോലത്തെ TV ഇല്ല, അന്ന് സിനിമ തിയേറ്ററിലാണ് കൂടുതൽ, പിന്നെ ദൂരദർശനേ ഉള്ളൂ. അപ്പോൾ അവിടെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം കാണിച്ചു, അനക്കില്ല. രണ്ടാമതും കാണിച്ചു, അനക്കില്ല. മൂന്നാമതും കാണിച്ചു, അനക്കില്ല. അപ്പം അന്നത്തെ MD അഗസ്റ്റിനായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ കടയിൽ ചെന്നിട്ട് വിളിക്കാട്ടോ വന്നു. കടയിൽ ചെന്നിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ നമുക്ക് ഞെട്ടി, കാരണം എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് ഇഷ്ടമായില്ല കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനും മുത്തും കൂടെ ഒരു 3 മാസം എൻ്റെ ജോലി, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് വരാം, നേരെ ഇറങ്ങുക, രമണിയയിൽ പോവുക, പുള്ളിയുടെ കൂടെ ഇരിക്കുക, പിന്നെ ഓഫീസിൽ പോവുക, വൈകുന്നേരം വരെ ഇരിക്കുക. അപ്പോൾ പുള്ളി കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞേ, നിങ്ങൾ
അത്ര വിഷമിക്കുന്നുണ്ടാവും. ആ പൈസ ഞാൻ തന്നേക്കാം, പക്ഷെ നമുക്ക് വേറൊരു പടം എടുക്കാം. അപ്പോൾ നമ്മളാണ് അത് പറ്റില്ല എന്നാണ്. പിന്നെയും പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയ പ്ലാനായിട്ട് പോയി, ടി വിയുടെ. അപ്പോൾ അന്ന് സൺഡേ ഫീച്ചർ ഫിലിമും പിന്നെ ചിത്രഗീതമാണ് ഏറ്റവും നല്ല ഇതൊരു മിനിറ്റാണ്. അവർ മീഡിയ പ്ലാനായിട്ടു. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, പടത്തിൻ്റെ പൈസയോ നിങ്ങൾ കളഞ്ഞോ, ഇതിൻ്റെ പൈസ ആര് കൊടുക്കുമെന്ന് ചോദിച്ചു. നല്ല സാറ് തന്നെ കൊടുക്കണം. അത് അവസാനം പറഞ്ഞു, മുത്തൂനും രാജുവിനും വേണ്ടി മാത്രം ഞാനത് ചെയ്യാം. അങ്ങനെയാണ് അത് റിലീസ് ചെയ്തത്. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയിലത്തെ ചിത്രഗീതത്തിൽ വന്ന് സ്പോട്ട് വന്നിട്ട് ഞായറാഴ്ച ആയപ്പോഴേക്കും കേരളം മുഴുവൻ ആ പാട്ട് പാടി തുടങ്ങി. അന്നത്തെ കാലത്ത് അത്രയും വലിയൊരു ക്യാമ്പയിനും പൊതുവേ കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പാഠം മനസ്സിലായത് എന്താണെന്നറിയോ? നമ്മൾ മനസ്സറിഞ്ഞ് ഒരു പരസ്യത്തിൽ ഇടപെട്ട് ആ പരസ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ ഇത് പറഞ്ഞാലും അതിൻ്റെ അവസാനം വരെ ഫൈറ്റ് ചെയ്യണം. കാരണം ഏതോ ഒരു നിമിഷത്തിൽ എന്നാൽ ശരി നമുക്ക് വേറെ പടം പിടിക്കാമെന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ അത്രയും നല്ലൊരു പരസ്യം നഷ്ടമായി. തീർച്ചയായിട്ടും ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടാണല്ലോ ഒരു പരസ്യം ഉണ്ടാവുന്നത്. ഈ നല്ല പരസ്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ചോദിക്കും, നിങ്ങളിത് എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്തത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ക്ലയൻസ്. അതിൻ്റെ ഉദാഹരണം മാതൃഭൂമിയാണ്. ഈ മാതൃഭൂമിക്ക് ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോഴത്തെ മാനേജിങ് ഡയറക്ടർ ഷെയിംസ് കുമാർ, പുള്ളി സിനിമ എടുത്തേക്കുന്ന ആളാണ്, സാഹിത്യം അറിയുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അപ്പം ഐഡിയ കിട്ടും ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ പുള്ളി അപ്പോൾ ഒന്നുകിൽ പറയും വേണ്ടാന്ന് പറയും, അല്ലെങ്കിൽ ഗോ ഹെഡ് പറയും. അതിനുശേഷം അതിൻ്റെ കംപ്ലീറ്റ് ഫ്രീഡം ഏജൻസിക്കാണ്. പിന്നെ അദ്ദേഹം കാണുക ആക്ച്വൽ ഫിലിം കണ്ടിട്ടാണ്. കൂടുതൽ സ്വാതന്ത്ര്യം ഏജൻസിക്ക് കിട്ടുമ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഏജൻസിക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവായിട്ട് നന്നായി ചെയ്യാൻ ശ്രമിക്കുകയും നന്നായി വരികയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അവാർഡുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം അവാർഡുകളും മാതൃഭൂമിക്ക് വേണ്ടിയിട്ടാണ് കിട്ടിയേക്കണേ. ഈ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ പുതിയ പുതിയ പരസ്യങ്ങൾ മാറി വരുന്ന ഒരു ബ്രാൻഡാണ് മൈജി. ഈ മൈജി പോലത്തെ ഒരു ബ്രാൻഡിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അത് മൈജി ഭയങ്കര അഗ്രസീവ് റീറ്റെയിലറാണ്, പിന്നെ ഒരു ലാർജ് പ്ലെയറാണ്. മൈജിക്ക് പറയണം സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാൻ വേണം. മൈജിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ടീം തന്നെ മൈത്രിയിലുണ്ട്. അപ്പോൾ ആ ടീമിൻ്റെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആനുവൽ പ്ലാൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർലി പ്ലാൻ ഉണ്ട്, അത് കഴിഞ്ഞ് മന്ത്ലി പ്ലാൻ ഉണ്ട്. എല്ലാ മാസവും ഇത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈജി ടീം ഇപ്പോൾ ക്രിസ്മസിനുള്ളത് ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് മിനിറ്റ് കിടന്ന ഓട്ടവും ബഹളം ഒന്നുമില്ല. പക്ഷേ ആ ടീമിന് ഭയങ്കര വർക്ക് ഉണ്ടാവും, കാരണം ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ വെൽ പ്ലാൻഡാണ് അവർ, അല്ലെങ്കിൽ അവർക്ക് നടത്താൻ പറ്റില്ല. കാരണം എല്ലാ മാസവും 2-3 ഇനാഗുറേഷൻ ഉണ്ടാവും. അത് എല്ലാ ബ്രാഞ്ചും എപ്പോഴും നന്നായിട്ട് നടക്കണം എന്നില്ലല്ലോ. അപ്പോൾ വീക്കായിട്ട് വരുന്ന ബ്രാഞ്ചുകളെ എങ്ങനെ അവർക്കൊരു ലോക്കൽ ക്യാമ്പയിൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടാവും, പിന്നെ ഫെസ്റ്റിവൽ ക്യാമ്പയിൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ടൊരു ഏജൻസി പോലെ തന്നെ ഒരു ടീമുണ്ട്. ഏജൻസിക്കുള്ളിൽ ഒരു ചെറിയൊരു ഏജൻസി പറയുന്ന പോലെയുണ്ട്. ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് ഹോം മീഡിയ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയാണ് മൈത്രി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് വളരെ ക്ലിയർ എവിഡൻ്റ് ആണ്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ LDF ഗവൺമെൻറ്റിൻ്റെ 2 തവണയും ക്യാമ്പയിൻ ചെയ്തത് മൈത്രിയാണ്. അത് ഹ്യൂജ് സക്സസ് ആയിരുന്നു. അതുപോലെ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നു, ഔട്ട്ഡോർ നന്നായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഔട്ട്ഡോർ എത്രമാത്രം ഇപ്പോഴത്തെ ഒരു മീഡിയ പ്ലാനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസക്തമാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്ലയൻറ്റിനൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഈ ഔട്ട്ഡോറിന് മാത്രം ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ ആ ക്ലയൻറ്റ് LDF പോലെയുള്ള അതൊരു ക്ലയൻ്റായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു മീഡിയ ജയൻറ്റ് എങ്ങനെയാണ് അതിനെ കാണുന്നത്?
ഈ ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ അത് ഹോർഡിങ് മാത്രമല്ലല്ലോ. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഹോംസ് എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് മേഖലകളിൽ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ കാറ് പെയിൻറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ബ്രാൻഡ് ചെയ്തിട്ട്, അങ്ങനെ പല ഇതുണ്ടും. ഞങ്ങൾ സാധാരണ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമ്പയിൻ്റെ എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്കല്ല ഔട്ട്ഡോറുകളെ കാണാം. കാരണം ഔട്ട്ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഹോർഡിങ് ഇട്ടാൽ അതിൽ ഇന്നവേറ്റീവായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഉള്ളൊരു സംഭവം ചെയ്ത് കൊടുത്താൽ അത് കാണുന്ന ആയിരക്കണക്കിന് ആൾക്കാർ അത് മൊബൈലിൽ പകർത്തുകയും അവരത് ഷെയർ ചെയ്യുകയും ചെയ്യും. അത് ക്ലയൻറ്റിന് ഒരുപാട് ഉപകാരം ചെയ്യും. ഞങ്ങളതാണ് ശ്രദ്ധിക്കാറ്. ഉദാഹരണം പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിന് ഞങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സഹകരിച്ച് മിന്നൽ മുരളിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഔട്ട്ഡോർ ക്യാമ്പയിൻ ചെയ്തു. ഒരുപാട് ശ്രദ്ധ ആകർഷിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് PR-ഉം കിട്ടി, അവാർഡുകളും കിട്ടിയ ക്യാമ്പയിനാണ്. പിന്നെ ഔട്ട്ഡോർ എന്ന് പറയുന്ന ഇതിൻ്റെ രാജാക്കന്മാരെന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലയൻറ്റ് AVT ആണ്. പണ്ട് മുതലേ വാൾ പെയിൻറ്റിങ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്ന ക്ലയൻറ്റാണ് AVT. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, സാധാരണ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കും, അവർക്കൊരു റേറ്റ് ഉണ്ടാവും, അവർ പോയി വാൾ ചെയ്യും. ഇവർ മാത്രം എത്തിച്ച് ഓരോ വാളും സസൂക്ഷ്മം പരിശോധിച്ച്, ഇപ്പോൾ ചില വാളുകളൊന്നും സിമെൻറ്റ് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. ഇവർ പോയി അവരെ കോൺട്രാക്ടർമാരെ കൊണ്ട് അത് വാള് ഭംഗിയായിട്ട് സിമെൻ്റൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി പെയിൻറ്റ് ഉപയോഗിച്ച് നടക്കുമ്പോൾ അതൊരു A ക്ലാസ് ഹോർഡിങ് പോലെ നിൽക്കും. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഔട്ട്ഡോർ ഫലപ്രദമായിട്ട് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് AVT തന്നെയാണ്. അവിടെ നിന്നൊരു പഠിച്ചൊരു പാഠം എന്താണെന്നറിയാം, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഹോർഡിങ് ഇട്ടാൽ അതൊരു ഹോർഡിംഗ് അല്ല. കാരണം അത് കാണുന്നവർ മുഴുവൻ അത് ഫോട്ടോ എടുത്തിട്ട് അവരുടെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ, അപ്പോൾ ഒരു ഹോർഡിങ് കൊണ്ട് നമ്മൾ 1 ലക്ഷം അല്ല 10 ലക്ഷം പേരിലേക്ക് എത്തും. അങ്ങനെയാണ് നമ്മൾ ഔട്ട്ഡോറിനെ ഇപ്പോൾ കാണുന്നത്. വെറുതെ ഒരു പടം എടുത്തു, അതുകൊണ്ട് മൗണ്ട് ചെയ്തു, ആ കാലമൊക്കെ പോയി. എൻഗേജിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ഇന്നവേറ്റീവ് ആയിരിക്കണം. അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ ഔട്ട്ഡോർ വിജയിക്കുകയുള്ളൂ. മൈത്രിക്കൊരു വീഴ്ച പറ്റിയതായിട്ട് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു വീഴ്ച അതിജീവിച്ച്? ഈ വാസൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഒരു ക്ലയൻറ്റിൻ്റെ അവിടെ നിന്നാണ് വീഴ്ച പറ്റിയത്. ഞങ്ങൾ 2007 മുതലാണ് അതിൻ്റെ പരസ്യം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അവർ വളരെ വ്യക്തമായിരുന്നു, ഞങ്ങൾക്കൊരു ഫുൾ ഏജൻസി വർക്ക് ചെയ്യണം, അല്ലാണ്ട് നിങ്ങൾ 3-4 പേര് പോരാന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി നമ്മൾ വേറൊരു ഏജൻസി തന്നെ തുടങ്ങി. അതിൻ്റെ അക്രഡിറ്റേഷൻ മേടിച്ചു. ഓൾ ഇന്ത്യ ക്ലയൻ്റ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക്, ഞങ്ങൾ പണ്ട് ബോംബെയിലും മദ്രാസിലും ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്തേക്കണേ, ഞങ്ങൾക്കൊരു നെറ്റ്വർക്ക് ഉള്ള കാരണം നമ്മളത് ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്നതിലും കൂടുതൽ ബജറ്റുള്ളൊരു ക്ലയൻ്റ് ആയിരുന്നു. പക്ഷേ ആ ക്ലയൻറ്റ് ഭയങ്കര പ്രോമിസിങ് ആയിട്ടാണ് നമ്മുടെ കൂടെ നിന്ന്. ഒറ്റ കണ്ടീഷനേ എന്നുള്ളൂ, ഞാൻ തന്നെ സർവീസ് ചെയ്യണം പുള്ളിയെ. അപ്പോൾ സർവീസിങ്ങും വളരെ കോഡിയലാണ്, ഇതിങ്ങനെ നന്നായി പോകുന്നു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് അവരൊരു ഹോസ്പിറ്റൽ ഇനാഗുറേറ്റ് ചെയ്തതാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. എല്ലാം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് 2014 അവർ പെട്ടെന്ന് അടിത്തറ ഇളകി എന്ന് പറഞ്ഞു. ഞങ്ങളറിഞ്ഞ് വന്നപ്പോഴേക്കും നിലം പരിചയപ്പോയി. മൈത്രിക്കൊക്കെ താങ്ങാൻ പറ്റാവുന്നതിലധികം ഒരു സംഖ്യയായിരുന്നു അത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്നുള്ളത്. അപ്പം ഞങ്ങൾക്കൊരു ഭാഗ്യം സൃഷ്ടിച്ച്, നമ്മുടെ കൂടെ നിൽക്കുന്ന ക്ലയൻസൊക്കെ ഇല്ലേ, ഞങ്ങളൊരു ക്ലയൻറ്റ് ഏജൻസി റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. എപ്പോഴും അവരൊക്കെ നമ്മുടെ ഒരു വെൽ വിഷേഴ്സായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെ അടുത്ത് നേരിട്ട് ചെന്ന് പോയി പറഞ്ഞു, ഇങ്ങനൊരു അബദ്ധം പറ്റി, നമ്മളെ സഹായിക്കണം. എല്ലാവരും പറഞ്ഞു അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഓരോരുത്തർ അഡ്വൈസ് തന്നു തുടങ്ങി, എങ്ങനെ നിങ്ങൾ നേരിടണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കല്യാൺ സ്വാമി എന്നോട് പറഞ്ഞു, 9:30 മണിയാകുമ്പോൾ ഓഫീസിൽ വരണം, എല്ലാ ഫോൺ കോൾ കൊടുക്കണം. അതായത് കടം മേടിച്ചിട്ട് കൊടുക്കാത്തവർ മാത്രമേ ഫോൺ എടുക്കാതിരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ്. എന്നിട്ട് പറയണം, തരാനുണ്ട്, ഞാൻ അങ്ങനെ തരും. അപ്പം തന്നെ അവർക്കൊരു ആശ്വാസം. പിന്നെ താൻ ഓഫീസിൽ 9:30 വന്നാൽ ബാക്കി എല്ലാവരും വരും. താൻ വരാതെ വരലോടത്തും പോയിരുന്നു കഴിഞ്ഞാൽ അവരാരും വരില്ല.
അതൊക്കെ നമുക്കൊരു പാഠമാണ്. വേറൊരു ആളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ട്ണറുടെ ഫാദറിൻ്റെ അടുത്ത് പോയായിരുന്നു. പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാകെ പൈസയല്ലേ, വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങളുടെ ബുദ്ധിയും കഴിവും വെച്ചിട്ട് പൈസയ്ക്ക് പൈസ തന്നെ വേണം റീപ്ലേസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ. ഭാഗ്യം കൊണ്ട് എന്ത് ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് പോലും നഷ്ടമായില്ല. ഓ ഗ്രേറ്റ്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരാൾ പോലും പിരിഞ്ഞും പോയില്ല. കാരണം ഞങ്ങൾ ഈവൻ ഓഫീസിൽ അനൗൺസ് ചെയ്തായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ പൊക്കോളൂ, കാരണം നമ്മളിങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ഏറ്റവും നമുക്ക് സ്ട്രെങ്ത്ത് തരേണ്ട ആൾക്കാർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ ഈ കേസിൽ ഞാൻ വീട്ടിലൊന്ന് വൈഫിനോട് പറഞ്ഞു, ഇങ്ങനൊരു അപകടം പറ്റി, ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ തന്നെ പറഞ്ഞാൽ, നമുക്ക് തന്നേക്കണത് മുഴുവൻ മൈത്രിയല്ലേ, അപ്പോൾ അത് മൈത്രി തിരിച്ചെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ നമ്മൾ പേടിക്കണം, ഞാൻ MSc ഫിസിക്സ് പഠിച്ച ആളാണ്, എനിക്ക് 10 കുട്ടികളെ ട്യൂഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾക്കാണെങ്കിൽ കൃഷിയും പശുവിനെ കറക്കാനൊക്കെ അറിയാലോ, നമുക്കതിലേക്ക് പോവാം, സാധാരണ ജീവിതം നയിക്കാം. അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പൈസയെക്കുറിച്ചിട്ടോ പലിശയെക്കുറിച്ചിട്ടോ ഒന്നും പറയാതെ മുന്നോട്ടുള്ള ജീവിതത്തിനെക്കുറിച്ചൊരു വഴി തുറന്ന് തരുന്ന മാതിരിയായിരുന്നു എനിക്ക് ആ ഒരു സംസാരം ഉണ്ടാക്കിയത്. അപ്പോൾ വീട്ടുകാരും കുടുംബവും നമ്മുടെ എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ വളരെ ശക്തി തരുന്നൊരു ഘടകമാണ്. 11 വർഷമായില്ലേ ഇപ്പോൾ. അതെ, അതിനെ പൂർണ്ണമായിട്ടും ഓവർകം ചെയ്തോ? ഇപ്പോഴൊരു 10-15% പേർക്ക് പൈസ കൊടുക്കാനുണ്ട്, പക്ഷേ സമാധാനമുണ്ട്. ഓക്കെ. അപ്പോൾ ആ സമയത്തും ഈ മാതൃഭൂമി പോലെയുള്ള ക്ലയൻസ്, അല്ലെങ്കിൽ AVT പോലുള്ള ക്ലയൻറ്റ്, അവരൊക്കെ അപ്പോഴും ഉണ്ടല്ലോ അല്ലേ? പിന്നെ അപ്പോഴും ഉണ്ട്. അത് കുറേ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല, പക്ഷേ കുറേ ക്ലയൻസും കുറേ സുഹൃത്തുക്കളും ഒരുപാട് പൈസ തന്ന് സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ സ്റ്റാച്യൂട്ടറിക്കൊന്നും നമുക്ക് ഡിലേ വരുത്താൻ പറ്റില്ലല്ലോ. അപ്പം ആ സമയത്തൊക്കെ അവർക്കറിയായിരുന്നു ഈ ഏജൻസി താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും അവർ സഹായിച്ചു. എല്ലാവരും നമ്മുടെ ഇൻഡസ്ട്രി പ്രഷർ വേറെ ഉണ്ടായിരുന്നു. ഒരാൾ താഴ്ന്നു പോകുമ്പോഴാണല്ലോ മറ്റൊരു പിച്ച് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനത്തെ സന്ദർഭങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ ക്ലയൻസൊക്കെ നമ്മളെ വിളിച്ച് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ പോയിട്ടില്ല, ഒരാളും പോയില്ല. അല്ല, ഇതുപോലെ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന പല ഏജൻസികളും നമ്മുടെ ചുറ്റുമുണ്ട്. പലരും ഒന്നെങ്കിൽ ആരോടും പറയാതെ വെച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ ആരും അറിയാത്ത രീതിയിൽ മാനേജ് ചെയ്യുന്നു. എന്താ അവരോട് പറയാനുള്ള ഒരു? ഒന്നാമത്തെ ബി ഹോണസ്റ്റ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മളൊരാളെ ചതിക്കാതിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, അപ്പോൾ അത് ദൈവം കാത്തോളും. പിന്നെ നമ്മുടെ നന്മ കണ്ടിട്ടാണ് ബാക്കി എല്ലാവരും നമ്മളോട് പെരുമാറുക. പിന്നെ ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡിനോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസർക്കോ ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതിൽ നിന്നുള്ള ലാഭം വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഗുണമായിരിക്കും അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കണതും. പിന്നെ ചെറിയ ഏജൻസിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു റിസർച്ചിൽ വിശ്വസിക്കുന്നവരും റിസർച്ച് ചെയ്യാതെ ഒരു പരസ്യം കൊടുക്കാൻ ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഏജൻസി തന്നെയാണ്. ഇപ്പോഴും നമ്മളത് ചെയ്യും. ചിലപ്പം അതിനുള്ള റിസർച്ച് ആയിരിക്കും ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണതായിരിക്കും. എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു റിസർച്ച് കമ്പനി ഉണ്ട്, ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട്. പല ക്ലയൻസും അവരെ ഉപയോഗിക്കുന്നുണ്ട് റിസർച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ റിസർച്ചിലാണ് നമുക്ക് കൃത്യമായിട്ട് കൺസ്യൂമർ മൈൻഡ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പോൾ മീഡിയ പ്ലാനിങ്ങിന് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ ആനുവൽ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടാണ്. എനിക്ക് തോന്നണില്ല ഇവിടെ അധികം പേര് അതിന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നാണ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ ഏത് കണ്ണുമുട്ടനോട് ചോദിച്ചാലും മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, സൂര്യ അല്ലെങ്കിൽ അങ്ങനെ പറയും. ഇതിനെന്ത് റിസർച്ച് ചെയ്യാനാണ്. പക്ഷേ റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ഡാറ്റാസ് കിട്ടും. അതായത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇപ്പോൾ 18 മുതൽ 25 വരെയുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഏത് ചാനലിൽ ഏത് പ്രോഗ്രാമാണ് കണ്ണെന്ന് നോക്കണം. അല്ലാണ്ട് കണ്ണടച്ച് ഇപ്പോൾ ഏഷ്യാനെറ്റാണ് അതിലേറ്റവും കൂടുതൽ പോകുന്ന ഒരു സീരിയലിലേക്ക് ഇടുന്നതിലല്ല അർത്ഥം. നമുക്ക് ആ നമ്പേഴ്സ് കാണുമ്പോൾ അറിയാം ഏതാണ് നമുക്ക് റിട്ടേൺസ് കൂടുതൽ കിട്ടുകയെന്ന് നോക്കിയിട്ട് വേണം മീഡിയ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അതിന് ചെയ്തു. അങ്ങനെ ഒരു റിസർച്ച് ഏജൻസി നമുക്കുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ക്യാമ്പയിനുകൾ പ്ലാൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ക്യാമ്പയിൻ പരാജയപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്തതായിട്ട്
ഷെയർ ചെയ്യാനുണ്ടോ? ഷെയർ ചെയ്യാം. ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ സാൽവേ മറിയ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡി എബ്രോഡ് ക്ലയൻസ് വന്നു. അപ്പോൾ യങ് കപ്പിളാണ് അവർ. ദ വെരി സക്സസ്ഫുൾ. നിശബ്ദമായിട്ട് ഒരുപാട് പേരും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരിതാണ്. അപ്പോൾ ഇത് സ്പെക്ട്രം വലുതായിപ്പോൾ അവർക്ക് ബ്രാൻഡ് അവയർനെസ് വേണം. അങ്ങനെയാണ് അവർ നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ നമ്മൾ ജയറാമും കാളിദാസും അപ്പോൾ റിസേർച്ചിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പുറത്ത് പറഞ്ഞയക്കുമ്പോൾ ഒന്ന് കുട്ടികൾ, അവരെ പിതാക്കൾ, അതായത് മാതാവോ പിതാവാണ് രക്ഷിതാക്കൾ, ഇവർ രണ്ടുപേരെ അഡ്വൈസ് ചെയ്തെങ്കിൽ മാത്രമേ ബ്രാൻഡിന് ഗുണം കിട്ടുള്ളൂ. അങ്ങനെയാണ് ശരിക്കുള്ളൊരു അച്ഛനെയും മോനെയും എടുത്ത് 2 ഡിഫറെൻറ്റ് സ്റ്റാർസിനെ എടുക്കാതെ. അപ്പോൾ അവരുടെ മക്കളുടെ സംശയം മകനിൽ കൂടിയും അതിൻ്റെ ഉത്തരം അച്ഛനിൽ കൂടിയും, അല്ലെങ്കിൽ അച്ഛൻ്റെ സംശയങ്ങൾ അങ്ങനെ എടുത്ത് കുറേ കമേഴ്ഷ്യൽസൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ അവയർനെസ് ഉണ്ടായി, ആൾക്കാർക്ക് ഇഷ്ടമായി, എല്ലാതായി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ കാറ്റഗറി തന്നെ പ്രശ്നത്തിലായി. കാരണം കാനഡാസ് ഫോറിൻ പോളിസി ഹസ് ചേഞ്ച്, ബ്രിട്ടൻ ഹസ് ചേഞ്ച്. അപ്പോൾ ഒരുപാട് വിസ ഇഷ്യൂസ്, പിന്നെ പ്രൈസ് എസ്കലേഷൻ ഭയങ്കരമായിട്ട് വന്നു. അപ്പോൾ പണ്ട് 100% ഉണ്ടായിരുന്ന ആ കാറ്റഗറി ഹാസ് ഗോൺ ഡൗൺ ടു ഈവൻ 10 താഴെ പോയി. അപ്പോൾ ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ്. എന്ത് ചെയ്യാനാ, ബിയോണ്ട് അവർ കൺട്രോൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ദേ വുഡ് ഹാവ് ബിക്കം എ ബിഗ് ക്ലയന്റ് നൗ. അത് അവർ മാത്രമല്ല, ഒരുപാട് പിന്നെ ആ സെക്ടറിലുള്ള എല്ലാവരും പോയില്ലേ. അതെ 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 അതെ, ഒരുപാട് പേര് നിർത്തിപ്പോയി. പക്ഷേ ഇവരിപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ട്. ഗുഡ്. പുതിയ സംരംഭകരോട്, സംരംഭകർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ബ്രാൻഡ് ഉള്ളവരും കാണാം, ഒരു ബ്രാൻഡിനെ സ്വപ്നം കാണുന്നവരും കാണാം. എന്താണ് അവരോട് പറയാനുള്ളത്? പുതിയതായിട്ട് വേണം ചിന്തിക്കാൻ. അതായത് ഇപ്പോൾ കല്യാൺ സിൽക്സിൻ്റെ വളർച്ച കണ്ടിട്ട് നമുക്ക് വേഗം തുണിക്കട തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തുണിക്കട തുടങ്ങുമ്പോഴേ വിവരം അറിയുള്ളൂ അതിൻ്റെ. അതല്ല ശരിക്കും വേണ്ടത്. ശരിക്കും വേണ്ടത് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പുതിയതായിട്ടുള്ള ആശയങ്ങൾ എങ്ങനെ തുടങ്ങാം. പിന്നെ ഞാൻ ഇന്നാൾ വായിച്ചു, എപ്പോഴും ഏജൻസില്ലേ അവരാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തിയും പൈസ ഉണ്ടാക്കുന്നതെന്നാണ് ഇത്. ഇപ്പോൾ സ്വിഗ്ഗി ആരോ ഭക്ഷണം ഉണ്ടാക്കുന്നു, ആരോ വാങ്ങുന്നു, ഇവരെത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ ഹോട്ടലിലും പേര് ഇപ്പോൾ സ്വിഗ്ഗിക്കല്ലേ. ഊബർ ആരുടെയോ കാറ്, ആരോ ട്രാവൽ ചെയ്യുന്നു, ഊബറല്ലേ പൈസ ഉണ്ടാക്കണേ. അങ്ങനെ ചിന്തിച്ച് വേണം ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്. പിന്നെ എപ്പോഴും ഫ്യൂച്ചറിന് ഇതിലെന്ത് ഉപയോഗം മനുഷ്യർക്ക് ഉണ്ട് എന്നുള്ളതൊന്നും നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഈ സ്വപ്നം കാണാത്ത മനുഷ്യരില്ലല്ലോ. ഈ ഇടയ്ക്ക് ഓൺലൈൻ ഗെയിംസ്, അതായത് 10-500 കോടി രൂപ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന അത്രയും ഇതൊക്കെ ഉണ്ടായി. പക്ഷെ അതൊരു സൊസൈറ്റിക്ക് ഹാനികരമായിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ അതിനെ നിർത്തലാക്കി. ദ ഹോൾ തിങ് ഹാസ് ഗോൺ ഡൗൺ. അപ്പം അങ്ങനെയൊന്നും പോവാതെ ഹോണസ്റ്റായിട്ട് ചിന്തിച്ച് എന്തിലാണോ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ആലോചിച്ച് ചെയ്യണമെന്നാണ് അത്. വെറുതെ എടുത്ത് ചാടരുത്. വെറുതെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പണ്ടത്തെ മരിൽ ഭയങ്കര കോംപ്ലക്സിറ്റിയാണ് ഇപ്പം മാർക്കറ്റിൽ. ഡൈനാമിക്സ് വിൽ ചേഞ്ച്. പിന്നെ ഈ വലിയ മീൻ ചെറിയ മീനിനെ പിടിക്കുന്ന മാതിരി നമ്മളെന്തെങ്കിലും ഒരു കാറ്റഗറിയിൽ ഇത്തിരി ശ്രദ്ധ പിടിച്ച് വന്നാൽ അപ്പോഴേക്കും വലിയ ആൾക്കാർ ഒന്നുകിൽ മേടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ നിന്ന് നമ്മളെ നശിപ്പിച്ചളേ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സ്മാർട്ടാണ്. അവരുടെ ഐഡിയാസും നല്ലതാണ്. അവരുടെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളോട്, പ്രത്യേകിച്ചും അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്? എനിക്ക് തോന്നുന്നു അവർ നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത് തന്നെ, നമുക്ക് അങ്ങനെ അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവരാണ് ശരിക്കും ജീവിക്കുന്നത്. കാരണം അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ കുട്ടികളുടെ ജീവിത രീതി, നമ്മളോടൊക്കെ അച്ഛനമ്മമാരെന്താ പറഞ്ഞിരിക്കുക, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കണം. അതെ, സൂര്യനെ കണ്ടിട്ട് സൂര്യൻ്റെ ഇത് നമ്മുടെ ദേഹത്ത് വേണം, അങ്ങനെയുണ്ട്. എന്നിട്ട് കാലത്തിനെ കുളിച്ച് ശുദ്ധി വരുത്തി പ്രാതൽ കഴിച്ച് കൃത്യസമയത്ത് ജോലിക്കോ സ്കൂളിലോ എവിടേക്കോ പൊക്കോളണം എന്നല്ലേ പറയാം. തിരിച്ച് വന്ന് അത്താഴം കഴിച്ച് കൃത്യസമയത്ത് കിടന്നുറങ്ങണം. അതെ. ഇപ്പോൾ അതാരെങ്കിലും പറഞ്ഞാൽ കേൾക്കോ? പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ 5 താക്കോല. അപ്പോൾ അവരവരെ സൗകര്യം അനുസരിച്ച് വരിക, കിടക്കുക, പോവുക, ഭക്ഷണം റെഡി ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടെയൊക്കെ നമ്മളേലും കൂടുതൽ
എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ട് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സിനിമയായിരുന്നില്ലേ. അതെ അവർക്ക് ഇപ്പോൾ എത്ര സിനിമയാണ്, അതെ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് കാരണം ഇപ്പോൾ ഈ പരസ്യരംഗത്ത് തന്നെ പണ്ടൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളൊരു വളരെ ഇന്നും റെസ്പെക്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും ഒരുപാട് റെസ്പെക്റ്റ് ചെയ്ത് നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ടിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ ചിന്തിക്കാത്തൊരു സാധനം ആയിട്ടായിരിക്കും നമ്മൾ പോവുക. അതെ കാരണം എല്ലാവർക്കും എക്സ്പോഷർ ലിമിറ്റ് ഉണ്ടല്ലോ. അതെ ഇപ്പോഴോ അതെ 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 ഇപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ പരസ്യദാതാവിൻ്റെ ഗ്രാൻഡ് സൺ ഇല്ലേ, അയാൾ വന്നിട്ട് പറയും വാട്ട് നോൺസെൻസ് ഈസ് ദിസ്. അപ്പോൾ നമ്മൾ അവരെയും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം, അവരെയും കൂടെ ഞെട്ടിക്കുന്ന സാധനങ്ങളായിട്ട് വേണം. അത് വലിയൊരു ചലഞ്ചാണ്. യങ്സ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നത് അവർ ദെയർ ഓൺ ഫീൽഡ്, അവരോടൊന്നും ഉപദേശിക്കേണ്ട കാര്യമില്ല, ഉപദേശിച്ചിട്ട് കാര്യമില്ല. അല്ല, എന്തൊക്കെ കരിയർ സാധ്യതകളാണ് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ എന്തൊക്കെ സാധ്യതകളാണ് ന്യൂ ജനറേഷന് ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത്? അഡ്വർടൈസിങ്ങിലേക്ക് ഇപ്പോൾ കടന്നു വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് AI നല്ലോണം പഠിക്കണം. കാരണം ഇപ്പോൾ AI പഠിക്കാത്തത് കൊണ്ട് ജോലി നഷ്ടപ്പെടാം. ട്രൂ. പക്ഷേ AI പഠിച്ചുകൊണ്ട് ജോലിയിൽ ഉയർന്നു പോവാം. അതെ. അപ്പോൾ നമ്മളെപ്പോഴും എന്താണോ ടെക്നോളജി, പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഇതിൽ അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ക്രിയേറ്റിവിറ്റി ആയിരുന്നു കൂടുതൽ. ഇപ്പം ഞാൻ ഇന്നാളും വായിച്ചു, ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ WPP ആണല്ലോ. അതെ. അതിൻ്റെ CEO ആയിട്ട് അവർ എടുത്തേക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ CEO. അപ്പോൾ അത്രമാത്രം ടെക്നോളജി ഇതിൽ ആവശ്യമാണെന്നുള്ള കരുതിയിട്ടാണല്ലോ അവർ എടുക്കുന്നത്. ഒരു ടെക്നോളജി ഡ്രിവൺ അഡ്വർടൈസിങ് ഏജൻസിക്ക് ഇനി ഭാവിയുള്ളൂ എന്നുള്ള അത് കാണിക്കണേ. അതെ, അത് തന്നെയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു WPP ആണ് ഏറ്റവും കൂടുതൽ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി. അവരൊരുപാട് $1 million ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടേതായ പ്രോപ്പർട്ടി, അവരുടേതായ AI ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും. നമ്മളും എനിക്കും പറയില്ല, ആരൊക്കെ അഡ്വർടൈസിങ്ങിൽ വരുന്നുണ്ട്, പുതിയ ടെക്നോളജി മനസ്സിലാക്കി അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് വേണം. അല്ലെങ്കിൽ ഇതിൽ വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനൊക്കെ റിട്ടയർമെൻറ്റ് സ്റ്റേജിലാണ്. പക്ഷേ ഇപ്പോഴും പരസ്യരംഗത്ത് ജോലി ചെയ്യുന്നവർ പലരും ഞാൻ കണ്ടിട്ടുണ്ട് നെഗ്ലക്റ്റ് ചെയ്യും. അതൊന്നും ആവശ്യമില്ലെന്ന്, ഇവിടെയൊക്കെ എന്തിന്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ വരും. അത് ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ പഠിച്ച് നമ്മളത് റെഡി ആയില്ലെങ്കിൽ ചെറിയ പിള്ളേർ അല്ലെങ്കിൽ പുതിയ ഏജൻസി വന്ന് നമ്മുടെ കച്ചവടം കൊണ്ടുപോകും. അപ്പോൾ അത് യു ഗോട്ട് ടു ബി അപ് ടു ഡേറ്റ്, അല്ലെങ്കിൽ ഇത് പിടിച്ചേക്കാൻ പറ്റില്ല. അയച്ചേട്ടാ, ഒരുപാട് സന്തോഷം. ഈ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഗുണകരമാകുന്ന ഒരുപാട് ബ്രാൻഡുകൾക്കും പുതിയ തലമുറയ്ക്കും ഗുണകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ രാജേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ഇനിയും നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇരിക്കാം, സംസാരിക്കാം. താങ്ക് യു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.